സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ജനുവരി 22 മുതൽ അധ്യാപന ബഹിഷ്കരണത്തോടുകൂടി സമരം ആരംഭിക്കും. ഫെബ്രുവരി മുതൽ ഒ.പി. ബഹിഷ്കരണത്തിലേക്കും ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുന്ന രീതിയിലേക്കും സമരം വ്യാപിപ്പിക്കും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്ത അവഗണനയിലും വാഗ്ദാന ലംഘനങ്ങളിലും പ്രതിഷേധിച്ചിട്ടാണ് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സമരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും താങ്ങാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നമുക്കറിയാം, അവർ തീർത്തും സാധാരണക്കാരായവർ എത്തുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജൊക്കെ. ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം സ്ഥിതിയുമല്ല. എന്തായാലും അനിശ്ചിതകാല സമരം അത് എപ്പോൾ മുതൽ തുടങ്ങുമെന്നുള്ളതാണ്. എന്താണ് അവരുടെ ആവശ്യങ്ങൾ? രാഖി, ഈ വരുന്ന 22-ാം തീയതി മുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ആരംഭിക്കുമെന്നാണ് KGMCT അറിയിച്ചിരിക്കുന്നത്. സർക്കാരുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു, ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഒരു സമവായത്തിൽ എത്തുകയും സമരം വേണ്ട എന്ന തരത്തിൽ സമരമില്ലാതെ നീട്ടിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അറിയിച്ചതാണ്. എന്നാൽ പിന്നീട് അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ കാലാകാലമായിട്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ അനുകൂല നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് സമരത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നേരത്തെ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനമന്ത്രിയുമായും ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലൊരു സമവായം എത്തുകയും തുടർന്ന് സമരം വേണ്ട എന്ന നിലയിലേക്ക് എത്തിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ മാസം 18-ാം തീയതി ഒരു ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് ഈ പറയുന്ന ആനുകൂല്യങ്ങളുടെ എല്ലാം ഇവർ ഉന്നയിച്ച, അതായത് KGMCT ഉന്നയിച്ച ആവശ്യങ്ങളുടെയൊക്കെ ലംഘനമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് പെട്ടെന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. ഈ വരുന്ന 22-ാം തീയതി മുതൽ സമരം ആരംഭിക്കും. അധ്യാപന ബഹിഷ്കരണം മുതലാണ് സമരത്തിൻ്റെ തുടക്കം. ഫെബ്രുവരി മാസം 2-ാം തീയതിയോടുകൂടി തന്നെ OP ബഹിഷ്കരണം, തുടർന്ന് ശസ്ത്രക്രിയകൾ ബഹിഷ്കരിക്കുക തുടങ്ങിയ നിലയിലേക്കൊക്കെ എത്തും. അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് ഈ KGMCT തയ്യാറെടുക്കുന്നത്. സർക്കാരുമായി ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഈ KGMCT പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് KGMCT നീങ്ങുമ്പോൾ, സർക്കാർ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നീങ്ങുമ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നിലവിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവസ്ഥ വളരെ പരിതാപകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലെ എല്ലാം അവസ്ഥ വളരെ പരിതാപകരമാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതോടൊപ്പം തന്നെ മരുന്നുകൾ കൃത്യമായി ലഭ്യമാകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പറേഷനായാലും ശരി, മറ്റ് അടിയന്തര ശസ്ത്രക്രിയകൾ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്നതടക്കമുള്ള പരാതികളുണ്ട്. മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. നിരവധി രോഗികൾ വരുന്നു, കട്ടിൽ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ ഈ സർക്കാർ ഡോക്ടർമാർ കൂടി, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കൂടി പെട്ടെന്ന് പണിമുടക്കുമ്പോൾ ചികിത്സ നിഷേധിക്കപ്പെടുന്നത് സാധാരണക്കാർക്കാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, നിരാലംബരായിട്ടുള്ള ആളുകളാണ് എത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾ രോഗം മൂർച്ഛിച്ചൊക്കെ എത്തുന്ന, അതീവ ഗുരുതരാവസ്ഥയുള്ള രോഗവുമായൊക്കെ കിട്ടുന്നവരാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അവരുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലേക്കൊക്കെ എത്തുമെന്ന് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.